ഹായ് കൂട്ടുകാരെ, മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇഡലിയുടെ റെസിപ്പിയാണ്. സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇഡലിയുടെ റെസിപ്പിയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോഫ്റ്റ് ഒരു ഇഡലിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ രീതിയിലൊന്ന് ചെയ്താണ് നല്ല സോഫ്റ്റ് ഒരു ഇഡലിയാണ്, ഇഡലിയും ദോശയും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെരുവത്തിലേക്ക് 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് പച്ചരി ഇടുന്നുണ്ട് കേട്ടോ. 2 കപ്പ് പച്ചരി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-8 മണിക്കൂർ ഒന്ന് നല്ലോണം കുതിർക്കണം. ഒരു 5-6 മണിക്കൂർ നല്ലോണം കുതിർക്കാൻ വെക്കണം. ഇനി ഉഴുന്ന് വിടാം. 1 കപ്പ് അരിക്ക് 1 കപ്പ് 1 ടീസ്പൂണ് ഉലുവായും കൂടി ഇതിലേക്ക് ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് 6-7 മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കണം. നല്ലോണം കഴുകിയിട്ട് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കണം. 2-3 പ്രാവശ്യം ഇത് കഴുകി നമുക്ക് കുതിർക്കാനായിട്ട് വെക്കണം. രണ്ടും ഒരു 6-7 മണിക്കൂർ നേരം നമുക്ക് കുതിർന്നിട്ട് അരയ്ക്കുമ്പം കാണിക്കാവേ. ഉഴുന്നും അരിയും നല്ലോണം കുതിർന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരയ്ക്കാം. മിക്സിയുടെ ജാറെടുത്ത് വെച്ചാൽ നമുക്ക് ആദ്യം ഉഴുന്നാണ് അരയ്ക്കേണ്ടത്. ആദ്യം ഉഴുന്നൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉഴുന്ന് കഴുകിയിട്ട് നമ്മൾ ലാസ്റ്റ് വെച്ച വെള്ളമാണിത്. ഈ വെള്ളം ഒഴിച്ചാണ് നമ്മളിത് അരയ്ക്കുന്നത്. 1/2 കപ്പ് വെള്ളം ആദ്യമേ ഒഴിച്ച് നോക്കാവേ. ഇപ്പോൾ 1 കപ്പുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഇതിനകത്ത് അരയ്ക്കേണ്ടത്. ഇതിന് 1/2 കപ്പ് ഒഴിച്ച് ഒന്ന് അരച്ചുകൊണ്ട് വരാം. നമുക്ക് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വരാം. കണ്ടോ, നല്ല ഇതായിട്ട് അരച്ചിട്ടുണ്ട്. കണ്ടോ, 1 കപ്പ് വെള്ളമാണ് ആ 1 കപ്പ് ഇതിന് ഉഴുന്നിന് ചേർത്തേക്കുന്നത്. ഉലുവായ്ക്ക് ഉഴുന്നിനും കൂടെ ചേർത്തേക്കുന്നത്. നമുക്കിനി പാത്രത്തിലേക്ക്, ആദ്യം ഞാൻ ഉഴുന്നാണ് അരച്ചത്. ഉഴുന്ന് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മൂടി വെക്കാവേ. അരി അരച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ കാണിക്കുകയാണ്. ഉഴുന്ന് അരച്ച മിക്സിയിലേക്ക് തന്നെയാണ് ഇത് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണിത്. 2 കപ്പ് അരിയാണല്ലോ. അപ്പോൾ നമുക്ക് 1 കപ്പ് അരി 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അരി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉഴുന്നിലേക്ക് ഇടാം. 2-നും ഓരോ കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ചേർക്കുന്നത് ഞാൻ 1 കപ്പ് ചോറാണ്. പിന്നെ വെള്ളേരിയോ ചുമന്ന അരിയോ, ഇപ്പം ചുമന്നതാണ്. വെള്ളേരി വെള്ളേരിയുടെ ചോറ് ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ നല്ല നിറം കിട്ടും ഇഡലിക്ക്. അപ്പോൾ ഞാൻ ഇന്ന് കുത്തരിയാണ് വെച്ചത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കുത്തരിയാണ് എപ്പോഴും വെക്കുന്നത്. അതുകൊണ്ട് ഈ ചോറാണ് ചേർക്കുന്നത്. 1 കപ്പ് 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ്. എന്നിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചുകൊണ്ട് വരാം. ചോറ് അരച്ചത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. മിക്സിയുടെ ജാറിനുണ്ട്. അതിനകത്ത് ഞാൻ അങ്ങനെ കഴുകി ഒന്നുമില്ല. സ്വല്പം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്പൂണും കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കണം. സ്പൂണും കൊണ്ടല്ല ഇളക്കേണ്ടത്, നമ്മുടെ കൈ കൊണ്ടാണ്. കൈയുടെ ചൂടും കൊണ്ടാണ് ഇഡലിക്കാണേലും പാലപ്പത്തിനാണേലും ഒക്കെ പൊങ്ങി വരാനായിട്ട്. ഇത് നമുക്ക് ആദ്യമേ ഒന്ന് മിക്സ് ആക്കിയ ശേഷം കൈ നല്ല വൃത്തിയായി കഴുകിയ ശേഷം കൈയുടെ ചൂട് വേണം. അപ്പോൾ നല്ലോണം നമ്മൾ എത്ര തണുപ്പാണേലും ഇത് പൊങ്ങി വരും. നമുക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് കാണിക്കുന്ന സൂത്രമാണ്. നമ്മൾ ഈ മാവിന് ഇത്ര ആവശ്യമുള്ള ഉപ്പ് രാവിലെയാണല്ലോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ കുഴച്ച് വെക്കുന്നതിന് തലേദിവസം രാത്രിയിൽ അല്ലെങ്കിൽ രാവിലെ നമ്മൾ ചേർക്കുന്ന ഉപ്പിൻ്റെ പകുതി എടുക്കും. അപ്പോൾ ഇപ്പോൾ എത്രയാണ് നമ്മൾ മാവിന് ഉപയോഗിക്കാൻ അതിൻ്റെ ഉപ്പിൻ്റെ പകുതി ഇപ്പോൾ ചേർക്കും. നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ച്. ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് അരച്ച് വെക്കുന്നത്. രാവിലത്തേക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ നല്ലവണ്ണം കൈകൊണ്ട് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഇഡലിക്കൊക്കെ കുഴച്ചെടുക്കേണ്ടത്. കുഴച്ച ശേഷം ഇതാണ് കണക്ക്. കണ്ടോ, ഇഡലിയുടെ മാവിൻ്റെ വെള്ളം കണക്കായിരുന്നു. 2.25 കപ്പ് വെള്ളം. നിങ്ങൾ ഈ പാത്രത്തിൻ്റെ ഇത് കണ്ടാണ്, ഇത്രയുമാണ്. ഇനി നമ്മൾ മൂടി കുഴച്ച് വെക്കുവാണ്. വെച്ചിട്ട് നമ്മൾ രാവിലെ ഒരു 5-8 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് എത്രയാ പൊങ്ങുന്നു കാണിക്കാം. ഇഡലി മാവ് കണ്ടോ ശരിക്കും പൊങ്ങിയുണ്ടോ. ഞാൻ അരച്ചു വെച്ചപ്പോൾ എത്രയുണ്ടായിരുന്നു അതിലും കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ ഇഡലി കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് മാവ് കാണുമ്പം തന്നെ അറിയാമല്ലോ. നോക്കി, നമുക്ക് കുറച്ച് ഉപ്പിട്ടാണ്, ശകലം ഉപ്പിട്ടാണ് നമ്മൾ വെച്ചത്. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പിടാവേ. നല്ലോണം നമുക്കൊന്ന് ഇളക്കാം. വലിയ അപ്പച്ചമ്പിനകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ എടുക്കാൻ പറ്റും. 7 എണ്ണം വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമേ 2 തട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒന്ന് എണ്ണ കൊടുത്തേക്കാം. ചെറിയ അപ്പച്ചമ്പും ഉണ്ട്. ഇതാകുമ്പം പെട്ടെന്ന് 3 പ്രാവശ്യം വെക്കുമ്പോഴത്തേക്ക് 3 തട്ട് വെക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ ഇത്രയും ഞങ്ങളുടെ ആവശ്യമായ ഇഡലിയാകും കേട്ടോ. അതിനെന്നല്ല എണ്ണയൊക്കെ ഒന്ന് തൂത്ത് വെക്കാം. അടച്ച് ഇതൊക്കെ അറിയാമല്ലോ ഇഡലി ഉണ്ടാക്കാനൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഉണ്ടാക്കുന്ന മാവിൻ്റെ ഇതൊന്ന് കാണിക്കാനാണ്, നല്ല സ്പോഞ്ച് പോലത്തെ ഇഡലി ഒന്ന് കാണിക്കാനാണ് നിങ്ങളെ തേച്ചെടുക്കാം. വെന്തിട്ടുണ്ടത് കണ്ടോ, പൊങ്ങിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്.
സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ആറിയിട്ടൊന്ന് എടുക്കാം. ഇനി ഇതുപോലെ ഒരു തട്ടുകൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ. ഇത് ഇഡലി എടുത്ത് അടുത്ത ഇടാവേ ഇതിലേക്ക്. കണ്ടോ, കഞ്ഞി പോലത്തെ ഇഡലി, സോഫ്റ്റ് ആയിട്ട്. ഒത്തിരി വലിപ്പത്തിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, മീഡിയം സൈസാണ് ഉണ്ടാക്കി. നമുക്കിതിലേക്കൊന്ന് എടുത്തിട്ടുണ്ട് ഇഡലി കേട്ടോ. അപ്പം ഇഡലി മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്പോഞ്ച് പോലത്തെ ഇഡലിയാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.